മധുരം കൊടുത്തില്ലേ? അതിലും വെച്ചു. എന്തായാലും നവവധുവിന്റെ വായിലേക്ക് ഓക്കെ സൂപ്പറായിട്ടുണ്ട്. ഈ 25 വർഷം തേങ്ങാനെ കുറിച്ച് ഒന്ന് എന്താണ് ചേട്ടയുടെ അഭിപ്രായം? പ്രിപ്പയർഡ് ആയിട്ടില്ല. ഒരു മിനിറ്റ്. എന്താണ് താങ്കൾക്ക് എന്താ അറിയേണ്ടത് പറഞ്ഞോളൂ. ജീവിതത്തെ കുറിച്ചുള്ള ഇത്ര നാളത്തെ ജീവിതത്തെ കുറിച്ചാണോ? 25 വർഷം പൂർത്തിയാക്കിയ കാര്യം പറയൂ. 25 വർഷം പൂർത്തിയാക്കിയ അനുഭവങ്ങളൊന്ന് പറയൂ. സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നന്മകളും തിന്മകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എല്ലാം തരണം ചെയ്ത് 25 വർഷം ഇന്ന് എത്തി. ജീവിത പങ്കാളി എന്നോട് സഹകരിച്ച് എല്ലാത്തിലും നമ്മുടെ വലങ്കൈയായിട്ട് നിന്ന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്ത് രണ്ടെണ്ണം അടിക്കണം നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. അതാണ് ഭാര്യയുടെ ഏറ്റവും പ്ലസ് പോയിന്റ്. അപ്പൊ നമുക്ക് ഭാര്യയ്ക്ക് ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ. നമുക്ക് വല്ല മദ്യപാനത്തിന്റെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തു പോയി കഴിക്കരുത്. ചേട്ടായി വീട്ടിൽ വന്നിട്ട് കഴിച്ചോളൂ. ചേട്ടായിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് ഒരു ഭാര്യ. അത്രയും നല്ല കറക്റ്റായിട്ടാണ് ഭാര്യ നമുക്ക് സപ്പോർട്ട്. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞ് രണ്ട് തെരയത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു സുഖം. പിന്നെ അതുപോലെ മക്കളായാലും അതൊരു ഹെൽപ്പാണ്. ഇനിയിപ്പോ നമുക്ക് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ വാങ്ങിക്കൊണ്ട് തരും. ഇനിയും കൊണ്ടുവരാം എന്നാ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അങ്ങനെ കുടുംബജീവിതത്തില് എല്ലാം ഇതുവരെ നന്നായി ഇതുവരെ എത്തി. ഇന്ന് വൈകുന്നേരം കുടുംബാംഗങ്ങളെല്ലാവരും കൂട്ടി ഒരു ചെറിയൊരു സ്നേഹവിരുന്നോട് കൂടിയിട്ട് 25ാം വർഷം ഞങ്ങള് ആഘോഷിച്ച് പിരിയാണ്. അതോടുകൂടി ഇത് കളിച്ചതിന് പിരിയാണ്. ഇനി ജീവിക്കാൻ അനുവദിച്ചാല് 50 വർഷം വരെ ജീവിച്ചാൽ അനുവദിച്ചാല് ആഘോഷമായിട്ട് എല്ലാ പരിപാടികളും നടത്തി ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഇനിയും 50 വർഷം ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇല്ല, 50 വർഷം വേണ്ട, ആഗ്രഹമൊക്കെ നടക്കട്ടെ. 10 വർഷം ആഗ്രഹമുണ്ട്. 10 വർഷം ആഗ്രഹമുണ്ട്. 10 വർഷം ആഗ്രഹമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. വീഡിയോയില 25 വർഷത്തെ ചേച്ചിയുടെ അനുഭവങ്ങള് 2-3 വാക്കില്. 2000 ഞങ്ങളുടെ വിവാഹം നടന്നു. അന്നു മുതൽ ഇന്നു വരെ ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും 25 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയുണ്ടായി. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു.